സ്വന്തമായിട്ടൊക്കെ വീട് വേണം, നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, സ്വന്തമായിട്ട് ഒരു വീടും സ്ഥലമൊക്കെ വേണമെന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ, സ്വപ്നമുള്ള ഒരാളാണ്, നല്ലൊരു വീടും സ്ഥലമൊക്കെ മേടിക്കണമൊക്കെ സ്വപ്നമുള്ള ഒരാളാണെങ്കിൽ ഇതാക്കണം നല്ലൊരു കിടിലൻ കോളും കൊണ്ട് അന്ന് വന്നിട്ടുള്ളത്. അതാക്കണം ഈ കാണുന്ന വീടും 10 സെന്റ് സ്ഥലവും വെറും 8 ലക്ഷം റുപ്യക്കാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നമ്മളെ ചാനലിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യും. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും ശരി ചെയ്യാൻ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ചിറ്റാരിക്കൽ ടൗണിൽ ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഓട്ടോയ്ക്കൊക്കെ വരികയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 80 റുപ്യാണ് ഓട്ടോ ചാർജ് ഒക്കെ വരുള്ളൂ. പ്ലോട്ടിക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണേണ്ട നമ്മളെ വെള്ളത്തിന്റെ സൗകര്യം. അതാക്കണം മുറ്റത്ത് നല്ലൊരു കിണറുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇതുണ്ടല്ലേ കിണറിന്റെ ഒക്കെ ചുറ്റുഭാഗം കെട്ടിയിട്ടുള്ളതാണ്. ഇതാണ് 365 ദിവസത്താണ് ഇതേപോലെ വെള്ളം കിട്ടും കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ ഇതാകണം ഒരു തെങ്ങാണ് ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ ഇതിനകത്തുള്ളത്. പിന്നെ കണ്ടല്ലേ അത്യാവശ്യം തേങ്ങ എല്ലാം കിട്ടുന്ന തന്നെയാണ്, അത്യാവശ്യം നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ അതാണത് ഒരു മാവും കൂടി ഉണ്ട് കേട്ടോ. മാങ്ങയാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ നല്ലോണം കായ്ക്കുന്ന മാവാണ്. ഇനി നമുക്ക് കാണുന്നത് പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാണ് ജലനിധിയുടെ പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട്, പഞ്ചായത്ത് വെള്ളത്തിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീടിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊക്കെ ചുറ്റുപാടും അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണം നമ്മളെ പറമ്പിന്റെ ഫ്രണ്ട് കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിലോട്ട് നടപ്പുവഴിയാണുള്ളത്. ഇതാണ് ആ കാണുന്നത് റോഡാണ്, ഈ കാണുന്ന റോഡാണ് കേട്ടോ. ഒരു ഓട്ടോയൊക്കെ നിർത്തിയിട്ടേ കണ്ടില്ല നിങ്ങൾ. അവിടുന്ന് ജസ്റ്റ് ഇത്രയൊരു ദൂരം നടപ്പുവഴിയാണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ളത്. 2 മിനിറ്റ് ഒന്ന് റോട്ടുമെന്ന് കയറാനുള്ള അത്ര ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും വില കുറവിൽ കൊടുക്കുന്നത്. നമുക്ക് ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം അകലത്തിലാണ്. പിന്നെ ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇനി ഒരു വീട് കാണാം, കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചങ്കുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കയറി കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്, വീട് ചെറിയൊരു വീടും എവിടെയെങ്കിലും കൊടുക്കാണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു നല്ലൊരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ് അല്ലേ. ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് വീടിന്റെ ഉള്ളും സംഭവങ്ങളും മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ. ഇതാണ് നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ട് നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത ഓപ്പൺ സിറ്റ് ഔട്ടാണ്. പിന്നെ ഇതാ മേലൊക്കെ ഫുള്ള് സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലൊക്കെ ഫുള്ള് കാവിട്ടിട്ടുള്ളതാണ്. കണ്ടില്ലേ, വീടിന് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത്. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. മേലൊക്കെ ഫുള്ള് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളതാണ്. പിന്നെ ജനലുണ്ട്, കണ്ടില്ല സാധാരണ 2 പാളി ജനലാണ് ഇപ്പൊ ഇതിനകത്തുള്ളത്. പിന്നെ ഇതാ ഷെൽഫ് ഉണ്ട്, റാക്ക് ഉണ്ട്, അത്യാവശ്യം നല്ല സൗകര്യം കേട്ടോ. ഒരു അലമാര ഒരു കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പുള്ള അത്രയും സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീടിന്റെ പുറത്തോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങള്. ഇനി നമ്മള് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് ഹാളാണെങ്കിലും നല്ല സൗകര്യമുള്ള ഹാൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്തോട്ടൊരു 3 കള്ളി ജനലെല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു സൈഡിന്. പിന്നെ നില കണ്ടില്ലേ ഫുള്ള് കാവിട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ മൊത്തത്തില്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് 2ാമത്തെ റൂം വരുന്നത്. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. പിന്നെ മേലെ ഫുള്ള് ഇതാകണം ഇതേപോലെ സ്റ്റീൽ വർക്കും കാര്യങ്ങളും ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പട്ടിക കഴുക്കോല അങ്ങനെയുള്ളതല്ല, ചതല് പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂം ഒക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്, അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇപ്പൊ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകളും ഒക്കെയാണ്. മൊത്തത്തിൽ നല്ല സൗകര്യമുള്ള തന്നെയാണ് കേട്ടോ. സാധാരണ വീട് തന്നെയാണ്, ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒതുങ്ങിയൊരു പാകത്തെ വീട് തന്നെയാണ്. ഇതിപ്പോ ഒരു ഹാളാണ്, ഇതൊരു ഡൈനിങ് ഹാളായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യം, കുഴപ്പമില്ലാത്തൊരു വീടാണ് അല്ലേ. അത്യാവശ്യം സൗകര്യങ്ങൾ, വയറിങ് എല്ലാ സംഭവങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള വയറിങ് പ്ലംബിങ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ്. ഇതാണ് അടുക്കളയാണേലും നല്ല സൗകര്യം ഉണ്ട്, വിറകടുപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കുക എന്നുള്ളതൊക്കെ ഓരോ ആൾക്കാരുടെ സ്വപ്നമല്ലേ അല്ലേ. പിന്നെ ഷെൽഫ് എല്ലാം ഉണ്ട്, റാക്ക് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. മേലെല്ലാം ഫുള്ള് സ്റ്റീൽ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളതാണ്. എവിടെയും മറ്റേ ചെതലോ കുത്തലോ അങ്ങനത്തെ ഒന്നും പിടിക്കൊന്നുമില്ല. ഇത് പാതകം കണ്ടില്ലേ, പാതകം ഉണ്ട്, പാത്രം സാധനങ്ങളൊക്കെ വെക്കാനുള്ള പാതകം എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. വർക്ക് ഏരിയ ആണെങ്കിലും വലിയ വർക്ക് ഏരിയ ആണ്, നല്ല നീളമുള്ള വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയന്റെ ചുറ്റുപാടും ഇതേപോലെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അടച്ചുറപ്പാക്കിയിട്ടുണ്ട് മൊത്തത്തില്. പിന്നെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു അരകല്ലൊക്കെ വെക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ അരക്കാനൊക്കെ ഉള്ള അതിനുള്ള സൗകര്യം ഉണ്ട്. കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഉള്ള ഒരു പാതകവും സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പാത്രമൊക്കെ കഴുകാം. അപ്പൊ നമ്മളെ വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി പുറത്ത് മിറ്റവും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. വീടിന്റെ പുറമെ നിന്നുള്ള കാഴ്ചകള് നമ്മളെ പറമ്പിന്റെ അതിരിതാ ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്ന കെട്ടാണ്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ മിറ്റെല്ലാം വരുന്നത് കേട്ടോ. നമുക്ക് ഇതിലെ ചെടികളൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഇതിലൊക്കെ മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആണെങ്കിലുള്ള മിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തുണിയൊക്കെ വിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഉള്ള ഒരു ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡില്. അപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ ഉള്ളത്. ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മളെ അതിര് വരുന്നത്. ഈ കാണുന്ന കെട്ടാണ് കേട്ടോ ഇങ്ങനെ കല്ലിട്ടേക്കുന്നത്. ഫ്രണ്ടിലോട്ട് മിറ്റം ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭാഗത്ത് ഇതിപ്പോ ബാക്ക് സൈഡിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വേറെ ആളെ സ്ഥലമാണ്. പിന്നെ പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ. പിന്നെ നമുക്ക് ടിവിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ വീടും സ്ഥലവും മൊത്തത്തില് ഡീറ്റെയിൽ കണ്ടു കഴിഞ്ഞില്ലേ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടും സ്ഥലമൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയാ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിറ്റാരിക്കൽ എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാലും ആണെങ്കിലൊക്കെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ചിറ്റാരിക്കൽ ടൗണിലോട്ടൊക്കെ എത്തിയാലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറുപുഴയിലോട്ട് പോകാൻ വെറും 10 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കേട്ടോ. ചെറുപുഴയൊക്കെ അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇഷ്ടംപോലെ എന്താ പറയുക ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തും. ചിറ്റാരിക്കൽ പോകണമെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ ആണ്. ഓട്ടോയ്ക്കൊക്കെ ചാർജ് എന്ന് പറഞ്ഞാൽ വെറും 80 രൂപ മാത്രമാണ് നമുക്ക് പ്ലോട്ടിന്റെ സൈഡ് ഇവിടെ തന്നെ വരും അല്ലേ. അതേപോലെ സ്ഥലത്തിന് നടപ്പുവഴിയാണുള്ളത്. അതുപോലെ നമുക്ക് കാസർഗോഡിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 65 കിലോമീറ്ററും കണ്ണൂരിനൊക്കെ ആണെങ്കിൽ 68 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ചെറിയ റേറ്റ് ആണ് ഓണർ ചോദിക്കുന്നത്. വെറും 8 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീടും സ്ഥലം കൊടുക്കാനുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ആരെങ്കിലും സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിലും പിന്നെ വാടകയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അല്ലേ. കഴിയുന്നതും നമ്മളെ പേജ് നിങ്ങൾ കഴിയുന്നതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.